ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് പത്തോളജിയുടെ ക്ലാസ്സാണ്. അതിൽ പെപ്പർ, പാഡി, അരക്കനട്ട് ആൻഡ് റബ്ബറിൻ്റെ ഡിസീസസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ആദ്യത്തേത് പെപ്പറാണ്. പെപ്പറിൻ്റെ ഡിസീസാണ്. ഫസ്റ്റ് ഡിസീസ് പൊള്ളു ഡിസീസ് അല്ലെങ്കിൽ ആന്ത്രാനോസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് കൊളോട്ടോട്രൈക്കം ഗ്ലിയോസ്പോറൈറ്റ്സ്. അപ്പോൾ പൊള്ളു ഡിസീസ് കാണപ്പെടുന്നത് പെപ്പറിലാണ്. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് ഫംഗസ് ആണ്. ഫംഗസ് കൊളോട്ടോട്രൈക്കം ഗ്ലിയോസ്പോറൈറ്റ്സ് എന്ന ഫംഗസ് മൂലമാണ്. സ്മോൾ ബ്രൗൺ സ്പെക്സ് വിത്ത് യെല്ലോ ഹാലോ ഓൺ ലീവ്സ്, സ്പൈക്സ് ആൻഡ് ബെറീസ്. സ്മോൾ ബ്രൗൺ സ്പെക്സ് എന്ന് പറഞ്ഞാൽ സ്പോട്ട്സ് ആണ്. അതിൻ്റെ സറൗണ്ട് ചെയ്ത് യെല്ലോ ഹാലോ ഉണ്ടാകും. ഇത് ലീവ്സിലും അതുകൊണ്ട് തന്നെ സ്പൈക്സിലും ബെറീസിലുമാണ് കാണപ്പെടുന്നത്. ഡീഫോളിയേഷൻ, കംപ്ലീറ്റ് ലീഫും ഡീഫോളിയേഷൻ ആകുന്നു. സ്പൈക്ക് ഷെഡിങ്, സ്പൈക്ക് ഷെഡ് ആകുന്നു. ആൻഡ് ബെറീസ് ക്രാക്ക് ആകുന്നു. ഇത്രയാണ് പൊള്ളു ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പൊള്ളു ഡിസീസ് അപ്പോൾ കാണപ്പെടുന്ന ഏത് ഗ്രൂപ്പിലാണ്? പെപ്പറിലാണ്. അപ്പോൾ ഇത് കോസ് ചെയ്യുന്ന എന്ത് മൂലമാണ്? ഫംഗസ് മൂലമാണ്. ഇതാണ് കൊളോട്ടോട്രൈക്കം ഗ്ലിയോസ്പോറൈറ്റ്സ്. അടുത്തത് ചാർക്കോൾ റൊട്ടാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് മാക്രോഫോമിന ഫെസിയോളിന. ചാർക്കോൾ റൊട്ട് പെപ്പറിലുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. മാക്രോഫോമിന ഫെസിയോളിന എന്ന ഫംഗസ് മൂലമാണ്. സ്മോൾ സ്ക്ലീറോട്ട ഡെവലപ്സ് ഓൺ അഫക്റ്റഡ് ടിഷ്യൂ. അഫക്റ്റഡ് ടിഷ്യൂവിൽ സ്മോൾ സ്ക്ലീറോട്ട ഫോം ചെയ്യുന്നു. ഡിസ്കളറേഷൻ ഓഫ് വൈൻ അറ്റ് സോയിൽ ലൈൻ. സോയിൽ ലൈനിൽ വൈനിന് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വള്ളികൾക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു. സ്റ്റെമ്മിൽ കാങ്കേഴ്സ് ഉണ്ടാകുന്നു. ഇലകൾ വിൽറ്റാകുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നു. ഇത്രയാണ് ചാർക്കോൾ റൊട്ടിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. മാക്രോഫോമിന ഫെസിയോളിന. അടുത്തത് ഫില്ലോഡി ഡിസീസ്. അപ്പം ഫില്ലോഡി ഡിസീസ് ഉണ്ടാകുന്നത് എന്തിലാണ്? പെപ്പറിലാണ്. എന്തുമൂലമാണ്? ഫൈറ്റോപ്ലാസം മൂലമാണ് ഫില്ലോഡി ഡിസീസ് പെപ്പറിൽ ഉണ്ടാകുന്നത്. മാൽഫോർമേഷൻ ഓഫ് സ്പൈക്സ് ആൻഡ് ഷോർട്ട് ആൻഡ് ഇൻ്റർനോട്ട്സ്. സ്പൈക്സ് മാൽഫോംഡ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർനോട്ട്സ് ഷോർട്ട് ആകുന്നു. ലീവ്സ് ബിക്കം സ്മോൾ ആൻഡ് ക്ലോറോട്ടിക്. ഇലകൾ ചെറുതാകുന്നത് കൊണ്ട് തന്നെ മഞ്ഞ കളറാകുന്നു. അഫക്റ്റഡ് വൈൻസ് ബിക്കം അൺപ്രൊഡക്റ്റീവ്. വൈൻസ് അൺപ്രൊഡക്റ്റീവ് ആകുന്നു. അഫക്റ്റഡ് ഫ്രൂട്ടിംഗ് ലാറ്ററൽസ് ഗീവ്സ് വിച്ചസ് ബ്രൂം അപ്പിയറൻസ്. അഫക്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ടിംഗ് ലാറ്ററൽസ് വിച്ചസ് ബ്രൂമിൻ്റെ അപ്പിയറൻസ് ഉണ്ടാക്കുന്നു. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ലീഫ് ഹോപ്പർ. ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലീഫ് ഹോപ്പർ വഴിയാണ്. അപ്പം ഫെല്ലോഡി ഡിസീസ് എന്തിലാണ് കാണപ്പെടുന്നത്? ബ്ലാക്ക് പെപ്പറിലാണ്. എന്ത് മൂലമാണ് ഉണ്ടാകുന്നത്? ഫൈറ്റോപ്ലാസ്മ മൂലമാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലീഫ് ഹോപ്പറാണ്. അടുത്ത് ഫുഡ് റോട്ട് അല്ലെങ്കിൽ റൂട്ട് റോട്ടാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഊമൈസൈറ്റ്. ഇത് കോസ് ചെയ്യുന്ന ഊമൈസൈറ്റ് ആണ്. ഫൈറ്റോഫ്തോറ ക്യാപ്സിക്കി. ഫൈറ്റോഫ്തോറ ക്യാപ്സിക്കി എന്ന ഊമൈസൈറ്റ് മൂലമാണ് ഫുഡ് റോട്ട് പെപ്പറിലുണ്ടാകുന്നത്. ബ്ലാക്ക് വാട്ടർ സർക്കുലേഷൻസ് ഓൺ അണ്ടർ സർഫസ് ഓഫ് ലീവ്സ്. ഇലകളുടെ അടിയിൽ ബ്ലാക്ക് വാട്ടർ സർക്കുലേഷൻസ് ഉണ്ടാകുന്നു. ലീവ്സ് വിൽ ടേൺ ഡ്രോപ്പ്. ഇലകൾ വാടുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. എൻറ്റയർ വൈൻ ഈസ് കിൽഡ്. മൊത്തം വള്ളി തന്നെ നശിച്ചു പോകുന്നു ഈ ഫുഡ് റോട്ടിൽ. ബാക്കിയുള്ള ഡിസീസ് ഗ്രേ മോൾഡ്, ബൊട്രൈറ്റിസ് സിനേറിയ എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. സ്റ്റൺ ഡിസീസ്, കുക്കുംബർ മൊസൈക്ക് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് പെപ്പറിൽ. ബേസൽ റോട്ട്, സ്ക്ലിറോട്ടിയം റോൾസി എന്ന ഫംഗസ് മൂലമാണ് ഈ ഡിസീസ് പെപ്പറിലുണ്ടാകുന്നത്. അടുത്തത് ലീഫ് റോട്ട് ആൻഡ് ബ്ലൈറ്റ്, റൈസോപ്റ്റോണിയ സൊളാനി എന്ന ഫംഗസ് മൂലമാണ് ഇത് പെപ്പറിൽ ഉണ്ടാകുന്നത്. ഇൻസെക്ട് പെസ്റ്റ് അഫിഡ്സ്, മീലിബഗ്, പൊള്ളു ബീറ്റിൽ, മോഡ്സ്, ടോപ്പ് ഷൂട്ട് ബോറർ ആൻഡ് ലീഫ് കോൾ ത്രിപ്സ്. അടുത്തത് പാഡിയാണ്. ഫസ്റ്റ് ഡിസീസ് ബക്കാനെ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഫ്യുസാരിയം മൊണിലിഫോമെ. അപ്പോൾ പാഡിയിലുണ്ടാകുന്ന ബക്കാനെ എന്ന ഡിസീസ് ഫംഗസ് മൂലമാണ്. ഫ്യുസാരിയം മൊണിലിഫോമെ എന്ന ഫംഗസ് മൂലമാണ്. സീഡ്ലിങ്സ് ആർ ക്ലോറോട്ടിക് ആൻഡ് സ്റ്റണ്ടഡ്. സീഡ്ലിങ്സ് മഞ്ഞ കളറാകുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റണ്ടഡ് ആകുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് സീഡ്ലിങ്സ് ഡിസ്ട്രക്റ്റ് ആയി പോകുന്നു. സ്റ്റെറൈൽ പ്ലാന്റ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് പാനിക്കിൾസ്. സ്റ്റെറൈൽ പ്ലാന്റ്സ് പാനിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓർ പ്രൊഡ്യൂസ് എം ഡി പാനിക്കിൾസ്, അല്ലെങ്കിൽ എം ഡി പാനിക്കിൾസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബക്കാനെ എന്ന ഡിസീസ് പാഡിയിലാണ് കണ്ടുവരുന്നത്. ഇത് ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഏത് ഫംഗസാണ്? ഫ്യുസാരിയം മൊണിലിഫോമ എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. അടുത്തത് ഫാൾസ് മട്ടാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഉസ്റ്റില ഗിനോയിഡെ വൈറൻസ്. ഉസ്റ്റില ഗിനോയിഡെ വൈറൻസ് എന്ന ഫംഗസ് മൂലമാണ് ഫാൾസ് മട്ട് പാഡിയിലുണ്ടാകുന്നത്. ഗ്രെയിൻസ് കവേർഡ് വിത്ത് ഓറഞ്ച് ഫംഗൽ മാസ് ഇൻ ദ ബിഗിനിങ്. ആദ്യം ഗ്രെയിൻസ് മൊത്തത്തിൽ ഒരു ഓറഞ്ച് ഫംഗൽ മാസ് കൊണ്ടായിരിക്കും കവർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് ഗ്രീനിഷ് വെൽവെറ്റ് കളറിലായിട്ട് മാറുന്നു.
അതാണ് ഫാൾസ് മട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഉസ്റ്റിലഗ്നോയിഡെ വൈറൻസ് എന്ന ഫംഗസ് മൂലമാണ് പാഡിയിൽ ഉണ്ടാകുന്നത്. ഫൈനലി ഇറ്റ് ടേൺസ് ഇൻ ടു ചാർക്കോൾ ബ്ലാക്ക്. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു? ഓറഞ്ച് ഫംഗൽ മാസ് ആയിരിക്കും, പിന്നീട് ഗ്രീനിഷ് വെൽവെറ്റ് കളർ ആകുന്നു, ഏറ്റവും അവസാനം അത് ചാർക്കോൾ സ്മട്ടായിട്ട് മാറുന്നു. അതാണ് ഫാൾസ് മട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രാസി സ്റ്റണ്ടാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ റൈസ് ഗ്രാസി സ്റ്റണ്ട് വൈറസ്. ഗ്രാസി സ്റ്റണ്ട് പാഡിയിൽ ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ്. റൈസ് ഗ്രാസി സ്റ്റണ്ട് വൈറസ് മൂലമാണ്. സ്റ്റണ്ടഡ് ഗ്രോത്ത് ആൻഡ് യെല്ലോ ലീവ്സ്. ഗ്രോത്ത് സ്റ്റണ്ടഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇലകൾ മഞ്ഞ കളറാകുന്നു. മോട്ടിൽ ഓർ സ്ട്രൈപ്പ് പാറ്റേൺ ഓൺ ന്യൂലി ഫോംഡ് ലീവ്സ്. പുതുതായി ഉണ്ടാകുന്ന ഇലകളിൽ മോട്ടിൽഡ് അല്ലെങ്കിൽ സ്ട്രൈപ്ഡ് പാറ്റേൺ, സ്ട്രൈപ്പ് അല്ലെങ്കിൽ മോട്ടിൽഡ് പാറ്റേൺ പാച്ചസ് ഉണ്ടാകുന്നു. പാനിക്കിൾസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. പാനിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഗ്രാസി സ്റ്റണ്ട്. അടുത്ത ഷീത്ത് ബ്ലൈറ്റ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് റൈസോക്ടോണിയ സൊളാനി. ഷീത്ത് ബ്ലൈറ്റ് പാഡിയിൽ ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. റൈസോക്ടോണിയ സൊളാനി എന്ന ഫംഗസ് മൂലമാണ്. സർക്കുലാർ എലിപ്റ്റിക്കൽ ഗ്രീൻ ടു ഗ്രേ വാട്ടർ സോക്ഡ് ലെഷൻസ് ഓൺ ലീവ് ഷീത്ത്. ലീവ് ഷീത്തിൽ സർക്കുലാർ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഗ്രീൻ ടു ഗ്രേ വാട്ടർ സോക്ഡ് ലെഷൻസ് ഉണ്ടാകുന്നു. അത് കവർ ചെയ്യുന്നത് ഒരു ബ്രൗൺ മാർജിൻ കൊണ്ടാണ്. അതാണ് ഷീത്ത് ബ്ലൈറ്റ്. ഷീത്ത് ബ്ലൈറ്റ് അപ്പം പാഡിയിലുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? റൈസോക്ടോണിയ സൊളാനി മൂലമാണ്. അടുത്തത് ബാക്കി ഡിസീസ്. ബാക്ടീരിയ ലീഫ് സ്ട്രീക്ക്. സാന്തോമോണാസ് ഒറീസെ എന്ന ബാക്ടീരിയയാണ്. ലീഫ് സ്കാൾഡ് മൈക്രോഡോക്യം ഒറീസെ എന്ന ഫംഗസാണ് ലീഫ് സ്കാൾഡ് പാഡിയിലുണ്ടാക്കുന്നത്. അടുത്ത റൈസ് ബ്ലാസ്റ്റ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിംറ്റംസ് ഒക്കെ മഗ്നാപോർത്തെ ഒറീസെ എന്ന ഫംഗസ് മൂലമാണ്. അടുത്ത സ്റ്റെം റൊട്ടാണ്. മഗ്നാപോർത്തെ സാൽവിനി എന്ന ഫംഗസ് മൂലമാണ് സ്റ്റെം റൊട്ട് പാഡിയിലുണ്ടാകുന്നത്. അടുത്ത ടുങ്ക്രോ ഡിസീസാണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. റൈസ് ടുങ്ക്രോ ബെസിലിഫോം എന്ന വൈറസ് മൂലമാണ് ടുങ്ക്രോ ഡിസീസ് ഉണ്ടാകുന്നത്. ഇൻസെക്ട് പെസ്റ്റ് ആർമി വോം, റൈസ് ഹിസ്പ ബീറ്റിൽ, പാഡി ലീഫ് റോളർ, ഗാൾമിച്ച്, ലീഫ് ഹോപ്പർ, സ്റ്റെം ബ്രോർ, ത്രിപ്സ് ആൻഡ് സ്വാമിംഗ് കാറ്റർപില്ലർ. അടുത്ത അരക്കനട്ടാണ്. ആദ്യത്തേത് അനാബെ രോഗ അല്ലെങ്കിൽ ഫൂട്ട് റൊട്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഗ്യാനോഡെർമ ലുസീഡം. അപ്പം അനാബെ രോഗ ഉണ്ടാകുന്നത് ഏതിലാണ്? അരക്കനെട്ടിലാണ്. അങ്ങനെ എടുത്ത് ചോദിക്കാൻ വേണമെങ്കിൽ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് നെയിംസൊക്കെ. അനാബെ രോഗ എന്തിലാണ് ഉണ്ടാകുന്നത്? അരക്കനെട്ടിലുണ്ടാകുന്ന ഡിസീസാണ്. ഇതിൻ്റെ വേറൊരു പേരാണ് ഫൂട്ട് റൊട്ടെന്ന്. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഗ്യാനോഡെർമ ലുസീഡം എന്ന ഫംഗസ് മൂലമാണ്. യെല്ലോയിങ് ഓഫ് ലീവ്സ് ആൻഡ് ഡ്രൂപ്പിംഗ്. ഇലകൾ മഞ്ഞ കളറാകുന്നു, ഡ്രൂപ്പ് ചെയ്യുന്നു. ബ്രൗണിഷ് ഡിസ്കളറേഷൻ ആൻഡ് ഊസിങ് ഓഫ് ബ്രൗൺ ഫ്ലൂയിഡ് ഫ്രം ബേസ് ഓഫ് സ്റ്റെം. അപ്പം ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു സ്റ്റെമ്മിൻ്റെ ബേസിൽ. അതുകൊണ്ട് തന്നെ ബ്രൗൺ ഫ്ലൂയിഡ് വെളിയിലേക്ക് ഒഴുകി വരുന്നു. ബ്രാക്കറ്റ് ഷേപ്ഡ് ഫ്രൂട്ടിഫിക്കേഷൻസ് ഓഫ് ഫംഗസ് കോൾഡ് അനാബെ ഒക്കേഴ്സ് അറ്റ് ദ ബേസ് ഓഫ് ദ ട്രങ്ക്. ട്രങ്കിൻ്റെ ബേസിൽ എന്തുണ്ടാകുന്നു? അനാബെ എന്ന ഫംഗസ്. അത് ബ്രാക്കറ്റ് ഷേപ്ഡ് ഫ്രൂട്ടിഫിക്കേഷൻ ഓഫ് ഫംഗസ് ആണ് ഈ അനാബെ എന്ന് പറയുന്നത്. ഇത് ട്രങ്കിൻ്റെ ബേസിൽ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് അനാബെ രോഗം എന്ന പേര് വന്നത്. സ്റ്റെം ബിക്കം ബ്രിട്ടിൽ ആൻഡ് ക്യാൻ ഈസിലി ബ്രോക്കൺ ബൈ വിൻഡ്. സ്റ്റെമ്മ് പെട്ടെന്ന് തന്നെ ഒടിയുന്നു. കാറ്റത്ത് പോലും അത്രയ്ക്ക് ബ്രിട്ടിലാവുന്നു. കാറ്റത്ത് പോലും ഒടിയാൻ പറ്റുന്ന പോലെ ഈ അസുഖം ആക്കി തീർക്കുന്നു. അതാണ് അനാബെ രോഗം അല്ലെങ്കിൽ ഫൂട്ട് റൊട്ട്. ഇതുണ്ടാവുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഗ്യാനോഡെർമ ലുസീഡം. അടുത്തത് മഹാലി ഫ്രൂട്ട് റൊട്ട് അല്ലെങ്കിൽ കൊലേ രോഗ. അപ്പം മഹാലി എന്ന ഡിസീസ് ഉണ്ടാവുന്നത് എന്തിലാണ്? അരക്കനെട്ടിലാണ്. അല്ലെങ്കിൽ വേറൊരു പേര് ഇതിന് ഫ്രൂട്ട് റൊട്ട് അല്ലെങ്കിൽ കൊലേ രോഗ എന്നും പറയും. ഇതുണ്ടാവുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈറ്റോഫ്തോറ മിയാഡി എന്ന ഫംഗസ് മൂലമാണ് മഹാലി രോഗ ഏതിലുണ്ടാവുന്നത്? അരക്കനെട്ടിലുണ്ടാവുന്നത്. യെല്ലോ വാട്ടർ സർക്കുലേഷൻസ് ഓൺ നട്ട്സ്. നട്ട്സിൽ യെല്ലോ വാട്ടർ സർക്കുലേഷൻസ് ഉണ്ടാകുന്നു. ഇൻഫ്ലോറസെൻസ് അളിയുകയും അല്ലെങ്കിൽ ഡ്രൈ ആകുകയും ചെയ്യുന്നു. വൈറ്റ് മൈസീലർ ഗ്രോത്ത് വെച്ചിട്ട് മൊത്തം മൂടുന്നു ആ ഇൻഫ്ലോറസെൻസ്. ഇൻഫെക്റ്റഡ് നട്ട്സ് ബിക്കം ലൈറ്റിയർ ആൻഡ് റോഡ്സ്. ഇൻഫെക്റ്റഡ് നട്ട്സ് അതിന് വെയിറ്റ് കുറയുന്നു, അതുകൊണ്ട് തന്നെ അളിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതാണ് മഹാലി രോഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട് റോട്ട് അല്ലെങ്കിൽ കൊലേ രോഗ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമൂലമാണ് ഉണ്ടാകുന്നത്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഫൈറ്റോഫ്തോറ മിയാഡി എന്ന ഫംഗസ് മൂലമാണ്. എന്താണ് മെയിൻ സിംറ്റം? യെല്ലോ വാട്ടർ സോക്ഡ് ലെഷൻസ് ഓൺ നട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ മൈസീലർ ഗ്രോത്തും ഉണ്ടാകുന്നു. അടുത്ത ബട്ടൺ ഷെഡിങ് അല്ലെങ്കിൽ ഇൻഫ്ലോറസെൻസ് ഡൈബാക്ക്. ബട്ടൺ ഷെഡിങ് അരക്കനെട്ടിലുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. കൊലോട്ടോട്രൈക്കം ഗ്ലിയോസ്പോറൈഡ്സ് എന്ന ഫംഗസ് മൂലമാണ് ബട്ടൺ ഷെഡിങ് അരക്കനെട്ടിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലോറസെൻസ് ഡൈബാക്ക് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ബ്രൗണിഷ് പാച്ചസ് ഓൺ ട്രാച്ചിസ്. ട്രാച്ചിസിലൊക്കെ
ബ്രൗണിഷ് പാച്ചസ് ഉണ്ടാകുന്നു. ഇൻഫെക്റ്റഡ് റാച്ചീസ് ഷെഡ് ആൻഡ് ഹോൾ ഇൻഫ്ലോറസൻസ് ഡൈ. ഇൻഫെക്റ്റ് ആയിട്ടുള്ള റാച്ചീസ് പൊഴിഞ്ഞു പോകുന്നു, അതുകൊണ്ട് തന്നെ മൊത്തം ഇൻഫ്ലോറസൻസ് തന്നെ നശിച്ചു പോകുന്നു. ഫംഗസ് അപ്പിയർ ആസ് കോൺസെൻട്രിക് റിങ്സ്. ഫംഗസ് കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നു ഈ ബട്ടൺ ഷെഡിങ്ങിൽ. അപ്പോൾ ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? കൊലോട്ടോട്രൈക്കം ഗ്ലിയോസ്പോറൈഡ്സ് എന്ന ഫംഗസ് മൂലമാണ് ബട്ടൺ ഷെഡിങ് അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് ഡൈബാക്ക് അരക്കിനട്ടിൽ ഉണ്ടാവുന്നത്. ബാക്കി ഡിസീസ് യെല്ലോ ലീഫ് ഡിസീസ് ഫൈറ്റോപ്ലാസം മൂലമാണ്. അരക്കിനട്ട് ബഡ് റോട്ട് ഉണ്ടാകുന്നത് ഫൈറ്റോഫ്തോറെ അരക്ക എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാവുന്നത്. ഇൻസെക്ട് പെസ്റ്റ് സ്പിൻഡിൽ മഗ്, മൈറ്റ്സ്, റൂട്ട് ഗ്രബ് ആൻഡ് ഇൻഫ്ലോറസൻസ് കാറ്റർപില്ലർ. അടുത്ത റബ്ബറാണ്. റബ്ബറിൻ്റെ ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ബേർഡ്സ് ഐ സ്പോട്ടാണ്. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഹെൽമിന്തോസ്പോറിയം ഹെവിയെ എന്ന ഫംഗസ് മൂലമാണ് ബേർഡ്സ് ഐ സ്പോട്ട് റബ്ബറിൽ ഉണ്ടാകുന്നത്. എന്തുമൂലമാണ് ഉണ്ടാകുന്നത്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഹെൽമിന്തോസ്പോറിയം ഹെവിയെ എന്ന ഫംഗസ് മൂലമാണ് റബ്ബറിൽ ബേർഡ്സ് ഐ സ്പോട്ട് ഉണ്ടാകുന്നത്. സർക്കുലർ സ്പോട്ട്സ് വിത്ത് ഗ്രേ സെൻറ്റർ. സർക്കുലർ സ്പോട്ട്സ് ഉണ്ടാകുന്നു, അതിനകത്ത് ഗ്രേ കളറാകുന്നു. കവേർഡ് ബൈ ബ്രൗൺ ബോർഡർ. അത് കവർ ചെയ്യുന്നത് ബ്രൗൺ ബോർഡർ ആയിരിക്കും. അപ്പോൾ സർക്കുലർ സ്പോട്ട്സ് അകത്ത് ഗ്രേ കളറ്, വെളിയിൽ ചുറ്റിനും ബ്രൗൺ ബോർഡർ ആയിരിക്കും. ഇതുണ്ടാകുന്നത് എന്തുമൂലമാണ്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഹെൽമിന്തോസ്പോറിയം ഹെവി എന്ന ഫംഗസ് മൂലമാണ് റബ്ബറിൽ ബേർഡ്സ് ഐ സ്പോട്ട് ഉണ്ടാകുന്നത്. അടുത്ത ഡ്രൈ റോട്ട് അല്ലെങ്കിൽ ഉസ്റ്റിലിന സ്റ്റെം റോട്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഉസ്റ്റിലിന ഡിയോസ്റ്റ. അപ്പം ഉസ്റ്റിലിന ഡിയോസ്റ്റ എന്ന ഫംഗസ് മൂലമാണ് റബ്ബറിൽ ഡ്രൈ റോട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉസ്റ്റിലിന സ്റ്റെം റോട്ട് ഉണ്ടാകുന്നത്. ഫംഗസ് അപ്പിയർ ആസ് ഇയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഫംഗസ് ഇയർ ലോബ് പോലായിരിക്കും റബ്ബറിൽ കാണപ്പെടുന്നത്. എക്സുഡേഷൻ ഓഫ് ലാറ്റക്സ്. ലാറ്റക്സ് എക്സൂഡ് ചെയ്യുന്നു. സ്റ്റെം ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രേക്സ് ഡൗൺ. സ്റ്റെം ഇതുമൂലം സോഫ്റ്റ് ആകുന്നു, അതിനുശേഷം ബ്രേക്ക് ഡൗൺ ആകുന്നു. അതാണ് ഡ്രൈ റോട്ട് അല്ലെങ്കിൽ ഉസ്റ്റിലിന സ്റ്റെം റോട്ട് എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? ഉസ്റ്റിലിന ഡിയോസ്റ്റ എന്ന ഫംഗസ് മൂലമാണ്. അടുത്ത പിങ്ക് ഡിസീസാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് കൊട്ടീസിയം സാൽമണി കളർ. അപ്പോൾ പിങ്ക് ഡിസീസ് റബ്ബറിലുണ്ടാകുന്നത് എന്തുമൂലമാണ്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? കൊട്ടീസിയം സാൽമണി കളർ എന്ന ഫംഗസ് മൂലമാണ്. പിങ്ക് കളർ മൈസീലിയൽ ഗ്രോത്ത് ഓൺ ബാർക്ക് വിത്ത് സ്ട്രീക്സ്. മൈസീലിയൽ ഗ്രോത്ത് പിങ്ക് കളറായിരിക്കും. എവിടെയാണ് കാണപ്പെടുന്നത്? ബാർക്കിലാണ്. വിത്ത് സ്ട്രീക്സും ഉണ്ടാകുന്നു. ആൻഡ് ലാറ്റക്സ് ഊസസ് ഔട്ട്. ലാറ്റക്സ് വെളിയിലേക്ക് ഊസ് ചെയ്യുന്നു. റോട്ടിങ്, ഡ്രൈയിങ് ആൻഡ് ക്രാക്കിംഗ് ഓഫ് അഫക്റ്റഡ് ബാർക്ക്. അഫക്റ്റഡ് ആയിട്ട് ബാർക്ക് അളിയുന്നു, അതുകൊണ്ട് തന്നെ ഡ്രൈ ആകുന്നു അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യുന്നു, അങ്ങനെ നശിച്ചു പോകുന്നു മൊത്തത്തിൽ. അപ്പോൾ അതാണ് പിങ്ക് ഡിസീസ്. ഇതുണ്ടാകുന്ന ഫംഗസ് മൂലമാണ്. കൊട്ടീസിയം സാൽമണി കളർ എന്ന ഫംഗസ് മൂലമാണ് റബ്ബറിൽ ഉണ്ടാകുന്നത്. പിങ്ക് കളർ മൈസീലിയൽ ഗ്രോത്ത് ആയിരിക്കും. അടുത്ത മൗൾഡി റോട്ടാണ്. ഇതുണ്ടാകുന്നതും ഫംഗസ് മൂലമാണ്. സെറാറ്റോസിസ്റ്റൈറ്റിസ് ഫിംബ്രിയേറ്റ എന്ന ഫംഗസ് മൂലമാണ് റബ്ബറിൽ മൗൾഡി റോട്ട് ഉണ്ടാകുന്നത്. പെയിൽ ഗ്രേ മൗൾഡ് ഓൺ ദ പാനൽ സർഫസ്. പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ വെട്ടുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് പാനൽ എന്ന് പറയുന്നത്. അപ്പം ആ സർഫസിൽ പെയിൽ ഗ്രേ മൗൾഡ് ഉണ്ടാകുന്നു. ഡാർക്ക് ഡിസ്കളറേഷൻ ഇൻ ദ വുഡിൽ അതുകൊണ്ട് തന്നെ ഡാർക്ക് ഡിസ്കളറേഷൻ ആകുന്നു. അതാണ് മൗൾഡി റോട്ട്. ഇത് റബ്ബറിലുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറാറ്റോസിസ്റ്റൈറ്റിസ് ഫിംബ്രിയേറ്റ എന്ന ഫംഗസ് മൂലമാണ്. പെയിൽ ഗ്രേ മോൾഡ് ഓൺ ദ പാനൽ സർഫസ്. ബാക്കിയുള്ള ഡിസീസസ് പൗഡറി മിൽഡ്യൂ, ഏഡിയം ബീവി എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. കൊറനീസ്പോറ ലീഫ് സ്പോൾ, കൊറനീസ്പോറ കാസിക്കോള എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. വൈറ്റ് റൂട്ട് റോട്ട് ഡിസീസ്, റിജിഡോസ്പോറസ് ലിഗ്നോസസ് എന്ന ഫംഗസ് മൂലമാണ് റബ്ബറിലുണ്ടാകുന്നത്. അടുത്ത ബ്രൗൺ റൂട്ട് റോട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഫെലിനസ് നോക്സിയസ് എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും അവസാനത്തത് പർപ്പിൾ റൂട്ട് ഡിസീസാണ്. ഇത് ഹെലിക്കോബെസീഡിയം കോമ്പാക്ടം എന്ന ഫംഗസ് മൂലമാണ് റബ്ബറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫംഗസിൻ്റെ നെയിംസും അതുപോലെ ഡിസീസും പഠിച്ചിരിക്കണം. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇൻസെക്ട് പെസ്റ്റ് സ്പിൻഡിൽ മഗ്, മൈറ്റ്സ്, ഇൻഫ്ലോറസൻസ് കാറ്റർപില്ലർ, റൂട്ട് ഗ്രബ് ആൻഡ് ബറോയിങ് നെമറ്റോഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്